എല്ലാ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒരു സൈനിങ് നടത്താനായിട്ട് പോകുന്നു എന്നുള്ള അപ്ഡേറ്റുകൾ ഇന്നലെ രാവിലെയോടെയാണ് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ടോം ആൽഡ്രഡ് എന്ന് പറയുന്ന ഓസ്ട്രേലിയയിലെ എ ലീഗിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൂപ്പർ താരത്തെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നോട്ടമിട്ടിരിക്കുന്നതെന്നാണ് ഇന്നലെ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് അതൊരു വ്യാജ വാർത്തയാണ്, താരം എത്തില്ല എന്നുള്ള ഒരു വാർത്തയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണെന്നാണ് ഇപ്പോൾ നമുക്ക് പറയേണ്ടി വരിക. കാരണം ടോം ആൽഡ്രഡ് ഇപ്പോൾ KBFC മഞ്ഞപ്പട, അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ആർമി, അതുപോലെ തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗ് എന്നിവരെയൊക്കെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനും അദ്ദേഹം വൈകാതെ തന്നെ ഫോളോ ചെയ്യുമെന്നാണ് നമ്മൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഇതിൽ വലിയ തെളിവ് എന്ത് വേണം അദ്ദേഹം ISL എത്തുന്നു എന്നുള്ള കാര്യത്തിൽ, അതും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തന്നെ, അല്ലെങ്കിൽ അദ്ദേഹം ഇന്ത്യൻ സൂപ്പർ ലീഗിനെയോ അല്ലെങ്കിൽ KBFC മഞ്ഞപ്പടയോ കേരള ബ്ലാസ്റ്റേഴ്സ് ആർമിയോ ഇവരെയൊന്നും ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നു എന്നുള്ള ശക്തമായ സൂചനകളാണ് അതിനുശേഷം ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ റൂമർ വരുന്നതിന് മുമ്പെന്നും ഈ താരം ഇന്ത്യൻ സൂപ്പർ ലീഗിനെയോ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെയോ അതുപോലെ തന്നെ KBFC മഞ്ഞപ്പടയോ അദ്ദേഹം ഫോളോ ചെയ്തിട്ടില്ലായിരുന്നു. അതാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ടോം ആൽഡ്രഡ് എന്ന് പറയുന്ന ഈ ഓസ്ട്രേലിയൻ സൂപ്പർ താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ താരം ജനിച്ചതും വളർന്നതും ഒക്കെ ഇംഗ്ലണ്ടിലാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഓസ്ട്രേലിയയിലെ A ലീഗിലും. അതുകൊണ്ട് തന്നെ ഈ താരത്തിൻ്റെ പ്രകടനം അത് മികച്ചത് തന്നെയാണ്. ഒരു സെൻറ്റർ ബാക്കാണ് ഈ താരം. അതുപോലെ തന്നെ മിഡിലും അദ്ദേഹം കളിക്കാറുണ്ട്. എന്തായാലും ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ടാണ് താരം കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം ലെസ്കോയുടെ പകരക്കാരനാവുമെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. സെൻറ്റർ ബാക്കും അദ്ദേഹം കൈകാര്യം ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമെന്നുള്ള സൂചന തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്.